നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം അത് കണ്ട് പരിചയമുണ്ടാകും. ഒന്ന് മുകേഷാണ്, AKG സെൻറ്ററിലെ പൂവൻകോഴി മുകേഷാണ്. രണ്ടാമത് നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതും നിങ്ങൾക്ക് പരിചയമുണ്ടാവും. MA ഷഹനാസ്, വലിയ സ്ത്രീകളുടെയൊക്കെ ഹോൾസെയിൽ സംരക്ഷക. ഞാനാണ് ഈ സ്ത്രീകളുടെയൊക്കെ കേരളത്തിലെ എല്ലാ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സ്ത്രീകളുടെയും സഹോദരിമാരുടെയും യുവതികളുടെയും ഒക്കെ തള്ള എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ സംരക്ഷിച്ച് പിടിക്കുന്നത്. ഇതാണ് MA ഷഹനാസ്. ഇത് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ട് ആ ഓസ്കാർ അവാർഡ് നൽകിയത് M മുകേഷാണ്. ആ M മുകേഷ് നൽകിയ ഓസ്കാർ അവാർഡും സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഘോരഘോരം പ്രസംഗിച്ച വ്യക്തി, ഇങ്ങനെ നിറഞ്ഞു തുള്ളിയ വ്യക്തി, ഉറഞ്ഞു തുള്ളിയ വ്യക്തി, ഇതാണ് MA ഷഹനാസ്. ഇപ്പം ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആരെ കൂടെയാ? നല്ല ഒന്നാം തരം പൂവൻകോഴിയുടെ കൂടെ. ഇനി അതും ആ പൂവൻകോഴിയോടൊപ്പം കൂടെ കിടക്കാൻ പോയതാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടം ചെയ്യുമ്പോൾ പ്രശ്നം, മുകേഷ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഈ ബാലന് ശ്രീമതിയൊക്കെ അളന്നിട്ടുണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു അളന്നപ്പോൾ കിട്ടിയ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ രാഹുലിനേക്കാളും 1 ഇഞ്ച് മുകേഷിൻ്റെത് നീളം കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ആ നീളം കൂടുതലിന് ഡിമാൻഡ് കൂടുതലുണ്ട് എന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ അത് യാഥാർത്ഥ്യമാണെന്നൊന്നും എനിക്കറിയില്ല. മേ ബി അങ്ങനെ ഡിമാൻഡ് ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലേ? നീളം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുമെന്ന് പറഞ്ഞു കേട്ടില്ലേ? ആ നീളം കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം. എന്താണെങ്കിലും ഇതിലൂടെയൊക്കെ നമുക്കൊരു കാര്യം വ്യക്തമാകുന്നത് എന്താണ്? സ്ത്രീ പക്ഷമാണോ അതോ വേറെ വല്ലതുമാണോ എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാ, എന്ത്? രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള വൈരാഗ്യത്തിന് കാരണം രാഹുലിനെ കിട്ടിയില്ല, എനിക്ക് മാത്രമായിട്ട് രാഹുലിനെ കിട്ടിയില്ല, അവിടെ നിന്ന് തുടങ്ങുന്നു വൈരാഗ്യം. ഒരു ഈഗോ പ്രശ്നമാണ്. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയില്ല, അതാണെങ്കിൽ മറ്റവൾക്ക് കിട്ടി എന്നുള്ള ഒരു ഈഗോ. അവിടെ നിന്നാണ് ആരോപണങ്ങളുണ്ടായത്, അവിടെ നിന്നാണ് വിവാദങ്ങളുണ്ടായത്, അവിടെ നിന്നാണ് പരാതി ഉണ്ടായത്. എന്നതിനപ്പുറം ഇതൊന്നും സ്ത്രീ സംരക്ഷണമല്ല, ഇതൊന്നും സ്ത്രീ സുരക്ഷയല്ല, ഇതൊന്നും സ്ത്രീയുടെ മാനമല്ല, ഇതൊന്നും ഒരു പ്രശ്നമല്ല. നിലപാടായിരുന്നെങ്കിൽ ഈ വിളിച്ചോണ്ടിങ്ങനെ മുകേഷിൻ്റെ കൂടെ നിന്നിട്ട് ഇങ്ങനെ വിളിക്കാൻ നിന്ന് കൊടുക്കുമായിരുന്നോ? ഇല്ല. എന്താ കാര്യം? ഇതൊന്നല്ല കാര്യം വേറെ പലതുമാണ്. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞതാണ് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത്. ഗ്ലാമറുണ്ട്, സ്റ്റാർഡമുണ്ട്, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്, പണമുണ്ട്, അധികാരമുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും തങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ എല്ലാ ഘടകങ്ങളും വെച്ച് തങ്ങൾക്കും ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളത് കണക്ക് കൂട്ടിയവർ അത് കിട്ടാതെ വന്നപ്പോൾ ഈ ഈഗോ ക്ലാഷ്, എനിക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് മറ്റവൾക്ക് കിട്ടി എന്നുള്ള ഈഗോ ക്ലാഷിന് പുറത്ത് ഉണ്ടായതാണ് ഇതൊക്കെ, അല്ലേ? ആണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? പോയി കിടന്നു കൊടുത്തിട്ട് അവസാനം ബന്ധം പിരിയുമ്പോൾ അല്ലെങ്കിൽ ബന്ധത്തിൽ വിള്ളൽ വരുമ്പോൾ വന്ന് പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്ന കൂട്ടിക്കൊടുപ്പിനോട് നമുക്ക് യോജിക്കുവാൻ സാധിക്കില്ല. സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. ഇതാണ് അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. അതിനപ്പുറം മുകേഷ് നല്ല ഒന്നാം തരം പൂവൻകോഴിയാണെന്ന് അറിയാത്തവരായിട്ട് ആർക്കില്ലല്ലോ. മുകേഷിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീയെ ആളുകൾക്കറിയാം. ആ പരാതി അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുത്ത കുറ്റപത്രത്തിൽ പോലും പറയുന്നത് എന്താ? പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും ശരിയാണ് എന്നാണ്, അല്ലേ? അപ്പോൾ ഈ ഇരട്ടത്താപ്പ് അത് എന്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന് മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മറുപടി ഉണ്ടാവില്ല. അപ്പം മുകേഷ് ആരാ? മുകേഷ് പുണ്യാളനാണ് മുകേഷ്. AKG സെൻറ്ററിലെ മൂത്ത പൂവൻകോഴിയുടെ കൂടെയുള്ള ചിത്രം പുറത്തു വരുമ്പോൾ
ഇതിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാകും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉറഞ്ഞു തുള്ളിയ ഷഹനാസ് എന്ത് കണ്ടിട്ടാണ് ഉറഞ്ഞു തുള്ളിയത് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാനിത് പല ആവർത്തി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഇതിനൊക്കെ പിന്നിൽ AKG സെൻറ്ററിൽ നിന്നുള്ള ചരട് വലികൾ വളരെ വ്യക്തമായി നടന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാ അല്ലേ? ആ കാര്യങ്ങളിൽ ഇപ്പം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിൽ ഞാൻ പറഞ്ഞു, സരിൻ എന്ന് പറയുന്ന പിരായിരിയിലെ പ്രാന്തൻ പറയിൻ്റെ വിദേശ ബന്ധങ്ങളുടെ ആഴം ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പം നമുക്ക് കാലം ഇങ്ങനെ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കാലം ഇങ്ങനെ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ കാലം ഓരോന്നിൻ്റെ അർത്ഥത്തിൽ നമ്മളോട് പറയുകയാണ്. ഓരോരുത്തരുടെ നിലപാട്, ആ നിലപാടിൻ്റെ ബലം, ധാർമ്മികത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ്. ഇതിനേക്കാളൊക്കെ നല്ലത് ഒരുപാട് ആളുകൾ നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് രാത്രികാലങ്ങളിൽ റോട്ടിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരെക്കാളൊക്കെ എത്രയോ അന്തസ് അവർക്കുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് രാത്രികാലങ്ങളിൽ റോട്ടിലേക്ക് ഇറങ്ങുന്നവർക്ക് ഇതിലേറെ അന്തസ്സുണ്ട്. പറഞ്ഞില്ലേ? മുമ്പ് ആരാണ് ഒരാൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്താ പറഞ്ഞത്? PC ജോർജിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്ത്രീയായിരുന്നെങ്കിൽ കേരളത്തിലെ നമ്പർ 1 വേശ്യയാകുമായിരുന്നു ഈ പറയുന്ന PC ജോർജ് എന്ന്. അതുപോലെ രാത്രികാലങ്ങളിൽ റോഡുകളിൽ, ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഇറങ്ങുന്ന, അന്നം തേടി ഇറങ്ങുന്ന ആളുകൾക്ക് ഈ പറയുന്ന ആളുകളെക്കാൾ കൂടുതൽ അന്തസ്സുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഇവരാണ് രാഹുലിനെതിരെ ഗർജിക്കുന്നത്. പെൺപുലികൾ, അന്തസ് എന്തൊരു അന്തസ്സാണല്ലേ, പെൺപുലികൾ. പക്ഷേ ഈ അന്തസ്സും ഈ ഗർജനവുമൊന്നും AKG സെൻറ്ററിലെ പൂവങ്കോഴികളെ കാണുമ്പോൾ കാണുന്നില്ല. അവിടെ കുമ്പിട്ട് എന്നാ കേറ്റിക്കോ എന്ന് പറഞ്ഞ് കുമ്പിട്ട് നിന്നു കൊടുക്കുകയാണ്. കയറ്റേണ്ട രീതിയിൽ ഇനി തുപ്പലം കൂട്ടാതെ കയറ്റിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കുനിഞ്ഞു നിന്നു കൊടുക്കുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിലപാടുകളാണെങ്കിൽ, സ്ത്രീപക്ഷത്താണെങ്കിൽ എന്ത് അർത്ഥത്തിലാണ് മുകേഷിൻ്റെ കൂടെ നിന്ന് ഫോട്ടോക്ക് ഇങ്ങനെ ഇളിച്ചോണ്ട് നിൽക്കുന്നത്? എൻ്റെ നിലപാടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതാണ് നമ്മൾ പറയുന്നത്. ഇതൊരു കൂട്ടിക്കൊടുപ്പാണ്, പൊളിറ്റിക്കൽ പിമ്പിങ്. ആ പൊളിറ്റിക്കൽ പിമ്പിങ്ങിൻ്റെ ഭാഗമാണ് ഈ ഉറഞ്ഞു തുള്ളിയ പേപ്പട്ടി കുരക്കും പോലെ കുരച്ച കുറേ പട്ടികൾ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലെന്ന് പറയാൻ സാധിക്കില്ലെന്നേ. കാരണം നാവ് കൊണ്ട് പറയുന്നതും പ്രവൃത്തി കൊണ്ട് ചെയ്യുന്നതും രണ്ടും വൈരുദ്ധ്യങ്ങളാണ്. നിലപാടുകൾ എന്ന് പറയുന്നത് പ്രവർത്തികളിലൂടെ കൂടി കാണാൻ പറ്റുന്ന ഒന്നായിരിക്കണം എന്നുള്ളതാണ്. ആ പ്രവർത്തികളിൽ അത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതിനെ എങ്ങനെ നിലപാടെന്ന് പറയാൻ കഴിയും? ഒരിക്കലും സാധിക്കില്ല. മനസ്സിലായില്ലേ? മുകേഷ്, ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുകേഷിനെതിരെ കുറ്റപത്രം നൽകിയത്, ആ കുറ്റപത്രം നൽകിയെടുത്ത് ആ കേസ് തീർന്നു. അതല്ലെങ്കിൽ ഇന്ന് മുകേഷ് ജയിലഴി എണ്ണേണ്ട വ്യക്തിയാണ്. ആ കുറ്റപത്രത്തിൽ മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ പരാതികളും പരിപൂർണ അർത്ഥത്തിൽ സത്യമാണെന്ന് പറയുന്നുണ്ട്. ഇനി ഈ മുകേഷ് പരാതി കൊടുത്ത സ്ത്രീയോട് ചെയ്ത കുറിച്ചാണ് കേസ്. ഇനി പരാതി കൊടുക്കാത്ത ഒരു സ്ത്രീയുണ്ട് മുകേഷിൻ്റെ ജീവിതത്തിൽ. അതാരാണ്? സരിതയാണ്, മുകേഷിൻ്റെ ഭാര്യ. ചലച്ചിത്ര നടിയായിട്ടുള്ള സരിത. ആ സരിതയെ മുകേഷ് ആക്രമിച്ചതിനൊന്നും കയ്യും കണക്കുമില്ല. അതപ്പോൾ സരിതയോട് ഇന്നത്തെ അടിമകളുടെ മന്ത്രി വീണ ജോർജ് ചോദിക്കുന്നുണ്ട്, എന്തേ പിന്നെ കേസ് കൊടുത്തില്ല എന്ന്. അതിന് സരിത പറയുന്നൊരു മറുപടിയുണ്ട്. മുകേഷിൻ്റെ തന്ത, സരിതയുടെ അമ്മായിയച്ഛൻ, ആ അമ്മായിയച്ഛന് കൊടുത്ത ഒരു വാക്കുണ്ട്, ആ വാക്ക് കൊണ്ട് മാത്രമാണ് കേസ് കൊടുക്കാത്തത് എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ആ മുകേഷിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇളിച്ചോണ്ട് ചിത്രമെടുക്കുന്നത് ഇനി നിലപാടാണോ അതോ ലിംഗത്തിൻ്റെ നീളം അളന്നു നോക്കിയ ബാലനും ശ്രീമതിയും നൽകിയ അളവ് അത് മുകേഷിന് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഇച്ചിരി കൂടുതലാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് ആ നീള കൂടുതലിന് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അല്ലാതെ ഒരാൾ മാത്രം സ്ത്രീ പീഡകൻ, ഒരാൾ മാത്രം ബലാത്സംഗ വീരൻ, ഒരാൾ മാത്രം പീഡന വീരൻ,
ഇതേ കാര്യം ചെയ്ത് വന്ന് നിൽക്കുന്ന ആളുടെ കൂടെ ചിരിച്ചോണ്ട് ഫോട്ടോയും. വാവ്, അരെ വാ, എന്താ അന്തസ് അല്ലേ. അപ്പോൾ ഇതാണ് ഈ പെൺപുലികളുടെ ജീവിത രഹസ്യമെന്ന് പറയുന്നത് അല്ലേ. ആണ്. അപ്പോൾ ഈ പറഞ്ഞു കേട്ട നീളത്തിൻ്റെ കാര്യം, സൈസ് മാറ്ററാണ് എന്ന് പറഞ്ഞു കേട്ടത് വെറുതെ അല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ബാലനും ശ്രീമതിയും അളന്നതാണല്ലോ. അപ്പോൾ ബാലനും ശ്രീമതിയും അളന്നപ്പോൾ ഒരു റിപ്പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈസ് മാറ്റർ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കൺസിഡറേഷൻ മുകേഷിന് നൽകിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ.